നമുക്കെല്ലാം ഉള്ള ഒരു സംശയമാണ് സ്ഥിരമായി കാൽസ്യം കഴിച്ചാൽ സ്റ്റോൺ ഉണ്ടാകുമോ എന്നുള്ളത്. നമ്മുടെ ശരീരത്തിൽ എല്ലുകളിൽ 98% കാൽസ്യമാണ്. അത് ബ്ലഡിൽ കുറയുന്ന സമയത്ത് ബ്ലഡിൽ കൂടുതലുള്ളപ്പോൾ ബോണിലേക്കും പോകും. അതിനുള്ള ഹോർമോണുകളും മറ്റ് സൂക്ഷ്മമായിട്ടുണ്ടാകുന്ന ധാതുക്കളും ചേർന്നാണ് അത് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ കാൽസ്യത്തിൻ്റെ അളവ് ഒരു പരിധി കമ്മിയിൽ നമ്മൾ പെട്ടെന്ന് കുറേ കാൽസ്യം ടാബ്ലറ്റ് കഴിച്ച് കാൽസ്യത്തിൻ്റെ അളവ് കൂടിയാൽ അത് നമ്മുടെ ജീവനെ ബാധിക്കാം. അതുപോലെ തന്നെ കാൽസ്യം ഒരുപാട് കുറഞ്ഞു പോയാലും അത് ബാധിക്കാം. കാൽസ്യത്തിന് ഒരുപാട് ധർമ്മങ്ങളുണ്ട്. ബ്ലഡ് കോയാഗുലേഷൻ തൊട്ട് ഹാർട്ട് ഫങ്ഷൻ ചെയ്യുന്നതും മസിൽ ഫങ്ഷൻ ചെയ്യുന്നതും നെർവിൻ്റെ കണ്ടക്ഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് കാൽസ്യം ആവശ്യമാണ്. ബോണിൻ്റെ സ്ട്രെങ്തും അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ കാൽസ്യം എല്ലാവരും കുട്ടികളിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഓരോരുത്തർക്കും ഇത്ര വീതം കാൽസ്യം ഡെയിലി സപ്ലിമെൻറ്റേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കൂടുതലായിരിക്കും, പ്രഗ്നൻസിയിലും കൂടുതലായിരിക്കും, യുവജനങ്ങൾക്ക് കുറച്ചുകൂടി കുറവായിരിക്കും. പ്രായപൂർത്തിയാകുമ്പോഴോ യൂട്രസ് എടുത്ത് കളയുകയോ ഒക്കെ ചെയ്യുമ്പോൾ മിനിമം 1000-1200 മില്ലിഗ്രാം കാൽസ്യം ഡെയിലി സപ്ലിമെൻറ്റേഷൻ വേണം. അപ്പോൾ ചില കാൽസ്യം കോമ്പൗണ്ട് നമുക്ക് സ്റ്റോണായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ 24 മണിക്കൂർ നേരത്തെ യൂറിൻ കളക്ട് ചെയ്യുക. ലാബിൽ പറഞ്ഞാൽ മരുന്നിട്ട ക്യാൻ കിട്ടും. അപ്പോൾ ആ ക്യാനിൽ യൂറിൻ കളക്ട് ചെയ്തിട്ട് കാൽസ്യം എസ്റ്റിമേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് കാൽസ്യം ടാബ്ലറ്റ് ഡെയിലി റെക്കമെൻഡഡ് ആയിട്ടുള്ള അളവിൽ കഴിക്കുക. 2 ആഴ്ച കഴിയുമ്പോൾ ഒന്നുകൂടി 24 അവർ യൂറിൻ കളക്ട് ചെയ്ത് കാൽസ്യം എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കാൽസ്യം ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഈ കാൽസ്യത്തിൻ്റെ ലെവൽ, യൂറിനിലുള്ള കാൽസ്യത്തിനുള്ള ലെവൽ ക്രമത്തിൽ കൂടുതലാണെങ്കിൽ ആ കോമ്പൗണ്ട് കഴിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ നമുക്കത് കഴിക്കാം. വെള്ളം കൂടുതൽ കുടിക്കുക. ഇപ്പോൾ യൂറിനറി സ്റ്റോൺസ് ഉണ്ടാകുന്നതിന് പലപ്പോഴും കാരണം ഈ കാൽസ്യം മാത്രമാവണമെന്നില്ല. സ്ഥിരമായിട്ട് റെക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ടാവാം, വൈറ്റമിൻ എയുടെ കുറവുണ്ടാവാം, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ചില സൊല്യൂട്ട്സ് സ്റ്റോൺസ് ഉണ്ടാക്കാം. അപ്പോൾ അത് നമ്മൾ യൂറിനറി കാൽസ്യം നോക്കിയിട്ട് ചെയ്താൽ മതിയാവും. സാധാരണ നടുവേദന അല്ലെങ്കിൽ കോക്സിഡേനിയ, നമ്മളിരിക്കുന്ന ഭാഗത്തുള്ള വേദന, അതൊക്കെ നമ്മൾ പലപ്പോഴും നിസ്സാരമായിട്ട് കണക്കാക്കാറുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും ഇത് കാണിച്ചാലും അതിന് വേണ്ടത്ര അറ്റൻഷൻ കിട്ടാതെ വരാം. ഇപ്പോൾ 100 പേരിൽ ചിലപ്പോൾ ഒരാൾക്കായിരിക്കും കാര്യമായൊരു പ്രശ്നം ഉണ്ടാവുക. പലപ്പോഴും ഇത് ഒരു നിരുപദ്രവകാരിയായ ഒരു വേദനയാവാം. എന്നാൽ നട്ടലിലുണ്ടാകുന്ന നട്ടലിൽ അല്ലെങ്കിൽ നടുവിനോ കഴുത്തിനോ ഉണ്ടാകുന്ന വേദന മറ്റ് ആന്തരിക അവയവങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം കൊണ്ട് ഇങ്ങോട്ട് റെഫേർഡ് പെയിൻ എന്ന് പറയും. ഇപ്പോൾ ലിവറിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആബ്സസ് ഉണ്ടെങ്കിൽ അത് വലത് തോളിൻ്റെ ടിപ്പിൽ പെയിൻ ഉണ്ടാവാം. അതുപോലെ തന്നെ പാൻക്രിയാസിന് പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹാർട്ടിന് പ്രശ്നമുണ്ടെങ്കിൽ അയോർട്ടിക് അന്യൂറിസമോ അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടും ബാക്ക് പെയിനായിട്ട് റെഫേർഡ് പെയിനായിട്ട് വരാം, ബാക്ക് പെയിൻ. അതുപോലെ ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഉണ്ടാവാം, അല്ലെങ്കിൽ അന്യൂറിസത്തിൻ്റെ പ്രശ്നം കൊണ്ട് വരാം. ഇതൊക്കെ ഒരു ഓർഗൻ സിസ്റ്റത്തിൽ നിന്ന് റെഫേർഡ് പെയിനായിട്ട് നടുവിലേക്കോ അല്ലെങ്കിൽ കഴുത്തിലേക്കോ ഒക്കെ അല്ലെങ്കിൽ തോൾപ്പലയ്ക്കിടയ്ക്കൊക്കെ വ്യാപിക്കാം. പിന്നെ ചില സമയങ്ങളിൽ നമ്മുടെ തൊറക്കോ ലംബാർ ജംഗ്ഷൻ, ആ നടുവിൻ്റെയും തൊറാസിക് സ്പൈനും കൂടെ ചേരുന്ന ഭാഗത്ത് അവിടെയുള്ള മുഴകൾ അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലുള്ള പലപ്പോഴും മുഴകൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ, ഇതൊക്കെ ഈ കോക്സിസിൻ്റെ ടിപ്പിലേക്ക് റെഫേർഡ് പെയിനായിട്ട് വരാറുണ്ട്. പലപ്പോഴും നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുമെങ്കിലും അതിലേറ്റവും നല്ലത് ഇപ്പോൾ ഒരു സിവിയർ പെയിൻ, അത് കാര്യമായ വേദനയുണ്ട്, അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ സാധാ ഒരു കോഴ്സ് മരുന്ന് കഴിച്ചിട്ടും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എത്രയും പെട്ടെന്ന് അത് വേണ്ട പരിശോധനകൾ, എക്സ്റേ, MRI തുടങ്ങിയ പരിശോധന നടത്തുകയാണ്. പലപ്പോഴും നമ്മൾ ഈ പരിശോധനകൾ നടത്തുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാറാണ് പതിവ്. ഇപ്പോൾ എക്സ്റേ എടുക്കുന്നതിനോ CT എടുക്കുന്നതിനോ നമുക്ക് റേഡിയേഷൻ ഉണ്ട്. പക്ഷേ MRI വളരെ സേഫായിട്ടുള്ള, ഇതുവരെ പ്രത്യേകിച്ച് MRI എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുള്ളതായി കണ്ടുപിടിച്ചിട്ടില്ല. എന്നാലും ഫസ്റ്റ് ട്രൈമസ്റ്റർ പ്രഗ്നൻസിയിൽ മാത്രമാണ് MRI അവോയ്ഡ് ചെയ്യാറുള്ളത്. ബാക്കിയുള്ള സമയത്തൊക്കെ നമുക്ക് MRI ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും സുഷുമ്നയ്ക്കകത്തുള്ള മുഴകളോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ തുടങ്ങിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് MRI ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. അതിനാൽ എന്തെങ്കിലും മാറാത്ത വേദനയുണ്ടെങ്കിൽ എത്രയും ചെറിയ കോഴ്സ് മരുന്നോ അല്ലെങ്കിൽ അതിനുള്ള ചികിത്സയോ ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ അത് പരിശോധനകൾ ചെയ്ത് ഒന്നുമില്ലെന്ന് ഉറപ്പാക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളത് വെച്ചുകൊണ്ടിരുന്നാൽ പിന്നീട് അസുഖം ഡിറ്റക്റ്റ് ചെയ്താൽ ആ ചികിത്സിക്കാനുള്ള പ്രഷ്യസ് ടൈം നഷ്ടപ്പെടും. മാത്രമല്ല, ഇപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്കത് പ്രശ്നങ്ങളില്ലയെന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ പിന്നെ നമുക്ക് അത്ര അർഹിക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ചിലവും കുറവാണ്, നമ്മുടെ സഫറിങ്ങും കുറവായിരിക്കും.